ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 15 പ്രധാനപ്പെട്ട പരിസ്ഥിതി ദിന ക്വിസിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 15 പ്രധാനപ്പെട്ട പരിസ്ഥിതി ദിന ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വളരെ ഈസിയാണ് കേട്ടോ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ്? അപ്പോൾ ഉത്തരം ഇടുക്കിയാണ്. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത്. പോലെ ഏറ്റവും വലിയ ജില്ലയും ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ലയും ഇടുക്കിയാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? നമ്മൾ കൂടുതൽ നോക്കി. ഇനി കുറവ്, കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? അപ്പോൾ ഉത്തരം ആലപ്പുഴയാണ്. ആലപ്പുഴയിലാണ് ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? ഉത്തരം നെയ്യാറാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാറാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പെൺകുട്ടികൾ ജനിക്കുമ്പോൾ 111 വൃക്ഷത്തൈകൾ നടുന്ന രാജസ്ഥാനിലെ ഗ്രാമം ഏതാണ്? പെൺകുട്ടികൾ ജനിക്കുമ്പോൾ 111 വൃക്ഷത്തൈകൾ നടുന്ന രാജസ്ഥാനിലെ ഗ്രാമം ഏതാണ്? ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. ഉത്തരം റീപ്ലാന്ററി ആണ്. പെൺകുട്ടികൾ ജനിക്കുമ്പോൾ 111 വൃക്ഷത്തൈകൾ നടുന്ന രാജസ്ഥാനിലെ ഗ്രാമം. ഇനി അടുത്ത ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാണ്? അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് പെരിയാർ നാഷണൽ പാർക്കാണ്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല? ഉത്തരം കാസർഗോഡാണ്. കാസർഗോട്ടിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. 12 നദികളാണ് കാസർഗോട്ടിൽ ഒഴുകുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? എട്ടാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഉത്തരം ഇതാണ്, ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇതാണ് ചോദ്യം. ഉത്തരം അസർബൈജാനാണ്. പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയം വഹിക്കുന്ന രാജ്യം 2026. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം മാധവ് ഗാഡ്ഗിൽ ആണ്. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ
എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? 15ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഉത്തരം MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നിശബ്ദ വസന്തം എന്ന ലോക പ്രസിദ്ധ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത് ആരാണ്? നിശബ്ദ വസന്തം എന്ന ലോക പ്രസിദ്ധ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം റേച്ചൽ കഴ്സൺ ആണ് നിശബ്ദ വസന്തം എന്ന പ്രസിദ്ധ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇതാണ് ചോദ്യം. 13ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഉത്തരം ഗോവയാണ്. ഏറ്റവും ചെറിയ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഗോവയാണ് ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഏത് നിറമാണ് ഉപയോഗിക്കുന്നത്? പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഏത് നിറമാണ് ഉപയോഗിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇനി ഒരു ചോദ്യം കൂടി ഉള്ളൂ കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് കഴിയും. ഉത്തരം പച്ചയാണ്. ഗ്രീൻ ആണ്. പച്ച നിറമാണ് പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്ന നിറം. ഇനി അടുത്ത ചോദ്യം, അവസാന ചോദ്യമാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം KK നീലകണ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് ഇന്ദുചൂടൻ. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് എഴുതിയാലും രണ്ടും എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളുടെ പരിസ്ഥിതി ദിന ക്വിസ് പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി പരിസ്ഥിതി ദിന ക്വിസ് പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പാർട്ട് 2 വീഡിയോയിൽ കാണാം.